24 ബ്രേക്ക് നാട്ടികയിൽ സിറ്റിംഗ് എം.എൽ.എ. സി മുകുന്ദനെ ഒപ്പം നിർത്താൻ ബി.ജെ.പി. വൈക്കത്തെ മുൻ CPI നേതാവും സമീപകാലത്ത് ബി.ജെ.പിയിലെത്തിയ കെ അജിത് മുകുന്ദനുമായി ചർച്ച നടത്തി. ശ്രീജിത്ത് ശ്രീകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, UDF-ന്റെ പിന്തുണയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അടുത്ത ബി.ജെ.പി. വഴി തേടുകയാണോ മുകുന്ദൻ അവിടുത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാവുമോ ശ്രീജിത്ത്? അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകുന്നേരം പ്രതികരിക്കുമെന്നാണ് CC മുകുന്ദൻ അറിയിച്ചിട്ടുള്ളത്. BJP നേതാവ് കെ അജിത്ത്, അതായത് വൈക്കത്തെ CPIയുടെ MLA ആയിരുന്നു അദ്ദേഹം. ഈ അടുത്ത കാലത്താണ് BJP-യിലെത്തിയത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മുകുന്ദനെ നാട്ടിക അന്തിക്കാട്ടെ വീട്ടിലെത്തി സംസാരിച്ചിരിക്കുന്നത്. മുകുന്ദന് എല്ലാവിധ പിന്തുണയും, മുകുന്ദൻ സമ്മതിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കേന്ദ്ര തലത്തിൽ നിന്ന് തന്നെ CC മുകുന്ദന്റെ പേര് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് പക്ഷേ സ്വതന്ത്രനായിട്ടായിരിക്കില്ല മത്സരിക്കേണ്ടി വരിക, അത് താമര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. അങ്ങനെ അതിന് താല്പര്യമുണ്ടോ എന്നാണ് മുകുന്ദനോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് അക്കാര്യത്തിൽ സമ്മതം CC മുകുന്ദൻ മൂളിയിട്ടില്ല. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ UDF-ന്റെ പിന്തുണ ഉറപ്പാണ് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഉറപ്പ്. പക്ഷേ പിന്നീട് പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പ് പരിഗണിച്ച് മുകുന്ദന് സ്ഥാനാർത്ഥിത്വം നൽകേണ്ടതില്ല, പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തു. അവർ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്, പൊളിറ്റിക്കൽ മൂവ് നടത്തുന്നതിനിടയിലാണ് BJP ഇതിനിടയിലേക്ക് കയറി വരുന്നത്. എന്തായാലും BJP-യുടെ നേതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നതെന്നാണ് അല്പസമയം മുൻപ് അവരുടെ നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നവർ. എന്നാൽ CC മുകുന്ദൻ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ തീരുമാനമെടുത്തില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പണത്തിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് എന്തായാലും മുകുന്ദനെ കൊണ്ടത് കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കക്ഷികൾ പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും ഇതിനു മുൻപ് തന്നെ ആം ആദ്മി പാർട്ടി ഈ മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു പിന്തുണ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അന്ന് പൊതുസ്വതന്ത്രനാണ്, തന്നെ ആർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും വലിയ ബ്രേക്കിംഗ് ആണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. BJP സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുകുന്ദൻ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.